വീണ്ടും യാത്ര തുടർന്നവർ ഹിമാലയ പർവ്വതത്തിലെത്തി. അത് മുറിച്ചുകടന്നവർ മഹാമേരുവിലെത്തിച്ചേർന്നു. ആ യാത്രക്കിടയിൽ ആദ്യം ദ്രൗപദി മരിച്ചു വീണു. ഈ കാഴ്ച ഭീമസേനന്റെ ദൃഷ്ടിയിലാണ് ആദ്യം പതിഞ്ഞത്. അദ്ദേഹത്തിന് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. അവർ തങ്ങളുടെ നിശ്ചയപ്രകാരം യാത്ര തുടരാൻ പ്രതിജ്ഞാബദ്ധരായിരുന്നു. ഏറെ നേരം മൂകനായി നടന്ന ശേഷം ഭീമൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, "അങ്ങു കണ്ടില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ദ്രൗപദി മരിച്ചു വീണിരിക്കുന്നു." ഒരു ദീർഘനിശ്വാസത്തോടെ യുധിഷ്ഠിരൻ പറഞ്ഞു, "ജനി മരണങ്ങളില്ലാത്ത യാത്രയാണ് നമ്മുടേത്. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്, ചഞ്ചലപ്പെടരുത്." ജ്യേഷ്ഠ, എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ദ്രൗപദിക്ക് ഈയൊരു വിധി വന്നല്ലോ. നമ്മളോടൊപ്പം യാത്ര തുടരാനാവാത്ത വിധം എന്തു തെറ്റാണവൾ ചെയ്തത്? പറയൂ ജ്യേഷ്ഠ. ജ്ഞാനിയായ അങ്ങക്ക് എല്ലാം അറിയാം. പറഞ്ഞാലും ജ്യേഷ്ഠ, എന്തു തെറ്റാണ് ദ്രൗപദി ചെയ്തത്? യുധിഷ്ഠിരൻ പറഞ്ഞു, "ദ്രൗപദി തികച്ചും പരിശുദ്ധയായിരുന്നു. എന്നാൽ നമ്മളോടൊപ്പം ഇവിടം വരെയുള്ള യാത്രയ്ക്കേ അവൾക്ക് അർഹതയുള്ളൂ." ഭീമൻ ന്യായീകരിച്ചു, "നമ്മുടെ പത്നിയാണവൾ, നമ്മളോടൊപ്പം എന്നും വരാൻ അർഹതയുള്ളവൾ." യുധിഷ്ഠിരൻ ശാന്തനായി പ്രതികരിച്ചു, "അർഹത തീരുമാനിക്കേണ്ടത് നമ്മളല്ല, ദ്രൗപദിയുടെ കർമ്മഫലമാണ്. നമ്മൾ 5 പേരെയും അവൾ സ്നേഹിച്ചിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ മനസ്സുകൊണ്ട് അർജുനനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. തന്റെ കൈപിടിച്ച ആദ്യ പുരുഷനെ. അത് സ്ത്രീ സഹജമായ തെറ്റു മാത്രമാണ്. 1000 പുരുഷന്മാരോടൊപ്പം കഴിഞ്ഞാലും സ്ത്രീക്കും മനസ്സർപ്പിക്കാൻ ഒരു വ്യക്തിയോട് മാത്രമേ കഴിയൂ. ഒരുപക്ഷെ അയാൾ അവളുടെ പൂർവ്വകാമുകനായിരിക്കാം, അല്ലെങ്കിൽ ആ ഭാഗ്യവാൻ അവളെ പാണിഗ്രഹണം ചെയ്തവനുമാകാം. ഭീമ, ദ്രൗപദി കുലീനയും ധർമ്മിഷ്ഠയുമായതുകൊണ്ടാണ് അവൾക്ക് നമ്മളോടൊപ്പം ഇവിടം വരെയെങ്കിലും യാത്ര തുടരാനായത്. നിന്റെ കഠിനമായ ദുഃഖവും ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നും അവളുടെ രക്ഷകൻ മാത്രമായിരുന്നു. ദ്രൗപദിയുടെ ദേഹത്തിനപ്പുറം മനസ്സിനെ കീഴടത്താൻ അർജുനനും മാത്രമേ സാധിച്ചുള്ളൂ. പിന്നാലെയെത്തിയ നമ്മൾ 4 പേർക്കും അവൾ ഒരിക്കലും നീതിയും സ്നേഹവും നിഷേധിച്ചില്ല. ഒരു അപ്രിയവും അവൾ കാട്ടിയില്ല. പലതും നമുക്കുവേണ്ടി സഹിച്ചു. ദ്രൗപദി ഒരു ദേവതയ്ക്ക് തുല്യയായിരുന്നു. ഗോവിന്ദൻ നമുക്ക് നൽകിയ നിധി. ആശ്വസിക്കൂ ഭീമ." നിരന്തരം തുടർന്ന യാത്രക്കിടയിൽ ആദ്യം സഹദേവനും പിന്നാലെ നകുലനും വീണുമരിച്ചു. സഹദേവൻ തന്റെ അറിവിലും നകുലൻ തന്റെ സൗന്ദര്യത്തിലും ഗർവിതനായിരുന്നതുകൊണ്ടാണ് യാത്ര തുടരാൻ കഴിയാതെ വന്നതെന്ന സത്യം യുധിഷ്ഠിരൻ ഭീമന്റെ സംശയത്തിന് മറുപടിയായി ഉദ്ധരിച്ചു. അടുത്തത് അർജുനന്റെ ഊഴമായിരുന്നു. നടപ്പു തുടരുന്നതിനിടയിൽ ആ ധനുർധരനും വീണുമരിച്ചു. അപ്പോഴും ഭീമൻ യുധിഷ്ഠിരനോട് സംശയമുന്നയിച്ചു. സകല ശത്രുക്കളെയും താൻ തന്നെ വധിക്കുമെന്ന് അർജുനൻ ശപഥം ചെയ്തിരുന്നു. തന്മൂലം ആ മഹാരഥന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കത്തക്ക വിധം പലപ്പോഴും ഭത്സിച്ചിരുന്നു. ഈയൊരു കുറ്റമേ ധർമ്മശാസ്ത്രപ്രകാരം അർജുനനിൽ ആരോപിക്കപ്പെട്ടുള്ളൂ. വീണ്ടും നടപ്പു തുടർന്നു. താനും നിലംപതിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ ഭീമൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, "ജ്യേഷ്ഠ, ഞാനിതാ വീഴാൻ പോകുന്നു. എന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്തെന്ന് പറഞ്ഞാലും." യുധിഷ്ഠിരൻ ഏറെ വേദനയോടെ ഉണർത്തിച്ചു, "ഭീമ, നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. എങ്കിലും നീ നിന്റെ അമിത ശക്തിയിൽ ഊറ്റം കൊണ്ടിരുന്നു. ഭക്ഷണത്തോടുള്ള ആസക്തി എപ്പോഴും അങ്ങിൽ മുൻപിട്ട് നിന്നിരുന്നു. സഹോദരന്മാരുടെ വേർപാടൊന്നും യുധിഷ്ഠിരന്റെ യാത്രയ്ക്ക് തടസ്സമായില്ല. അദ്ദേഹം ഏകനായി തന്റെ യാത്ര തുടർന്നു. ഹസ്തിനപുരം വിട്ട നാൾ മുതൽ ഒരു നായ പാണ്ഡവർക്കൊപ്പം അനുഗമിച്ചിരുന്നു. നീണ്ട യാത്രക്കിടയിൽ പലരും കൊഴിഞ്ഞുപോയെങ്കിലും നായ യുധിഷ്ഠിരനോടൊപ്പം യാത്ര തുടർന്നു. യുധിഷ്ഠിരൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു.